ഹായ് വെൽക്കം ടു ദ വ്ളോഗ്സ്. ഇന്ന് നാടൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചേമ്പിൻ തണ്ടും കപ്പയും വെച്ചിട്ട് കൊള്ളി എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ഒരു നാടൻ കറിയാട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടത്. നമ്മൾ കപ്പ ചെറുതായി നുറുക്കുക, അത് അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളയണം കേട്ടോ. ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് നാളികേരം, ചെറിയ ഉള്ളി, ജീരകം, ഇതായിട്ട് ആവശ്യമുള്ളത്. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയ ശേഷം വേറൊരു ചട്ടി അടുപ്പിൽ വെച്ച് വെള്ളം ചൂടാകുമ്പോൾ കപ്പ ഇട്ട് കൊടുക്കുക. കപ്പ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് തിളച്ച് വരണം കേട്ടോ. നന്നായി തിളച്ച് വരണം. അതിലേക്ക് വലിയ പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ അങ്ങനെ പൊളിച്ചിടണം കേട്ടോ. ഒരു 2-3 വലിയ പച്ചമുളകാണെങ്കിൽ 2-3 എണ്ണം. ഇപ്പോൾ ഞാൻ തിരി കാന്താരി ആട്ടോ അതിലേക്ക് പൊളിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കുക. ചെറുതാക്കി നോക്കിയ ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വേവുന്ന സാധനം. കപ്പയും ചേമ്പിൻ തണ്ടൊക്കെ അങ്ങനെ വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പെല്ലാം ആവശ്യത്തിന് നോക്കിയിടണേ. എരിവായാലും ഓരോരുത്തരുടെ ആവശ്യത്തിന് എരിവിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളച്ച് ചേമ്പിൻ തണ്ടും വേവട്ടെ. ചേമ്പിൻ തണ്ടും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, കപ്പയായാലും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, ചെറിയുള്ളി, ജീരകം, ഇത് അരച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുക കേട്ടോ. ഒരു നാടൻ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്. പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുള്ളൊരു കറിയായിരുന്നു കേട്ടോ അത്. ഇനി ഇതിലേക്ക് നാളികേരം, ജീരകം, ചെറിയുള്ളി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. നാളികേരം കുറച്ച് വെള്ളം കൂടി ചേർത്ത്, നാളികേരത്തിൻ്റെ അരച്ച വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ചാറെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനാണ് കേട്ടോ, ആവശ്യമനുസരിച്ച് നോക്കുക. ഇനി അത് അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ കപ്പ വെന്ത് വരുമ്പോൾ നമ്മൾ മുരിങ്ങയിലിട്ട് സെയിം രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പണ്ട്. അത് നല്ല ടേസ്റ്റാട്ടോ. അതൊക്കെ പാലക്കാടന്മാരുടെ ഒരു കറിയാട്ടോ, മുരിങ്ങയിലിട്ട് കപ്പയും മുരിങ്ങയിലൊക്കെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായി തിളച്ചിട്ട് ഇറക്കി മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി കടുക് പൊട്ടിച്ചെടുക്കുക, ഇറക്കി മാറ്റി വയ്ക്കുക. നല്ല ടേസ്റ്റിയായ ഒരു കറിയാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അത് തിളച്ച് ഇനി ഇതിലേക്ക് ഇത് ഇറക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയുള്ളി ചതച്ചെടുക്കണം കേട്ടോ തിരി. ഇനി അതിൽ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഇതുപോലെയുള്ള കറികളൊക്കെ അപ്പോൾ വിഷാംശമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റണത്. ചേമ്പിൻ്റെ തണ്ടും ഇതൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവാറുള്ളതല്ലേ ഇതൊക്കെ. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റായി കറിക്ക്. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. നന്നായി മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു കറി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതൊക്കെ പാലക്കാട് സൈഡൊക്കെയാണ് തോന്നുന്നു ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അല്ലാതെ
ഞാനിപ്പോൾ തൃശ്ശൂരായിരിക്കും, ഇവിടെയൊന്നും ഇങ്ങനത്തെ കറികളെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചാറ് കൂടെ പാർത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. നല്ല എന്താ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ.